ധനു അവിടെ എല്ലാവരുടെ നമ്പേഴ്സിനോട് ചോദിച്ചു എനിക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഫ്രീഡം എൻ്റെ അച്ഛൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാണെന്നുണ്ടെങ്കിൽ എനിക്കത് മതി. പക്ഷെ ആ സമയത്തും എനിക്ക് ധനു ഓക്കെ ആ ഒരൊറ്റ ഡയലോഗ് ധനു അവിടെ നിന്ന് പോവാണ്. ധനു ചേച്ചി അവിടെ നിന്ന് പോവാണ്. സിനിമ കഥയൊന്നും അല്ല എനിക്കുണ്ടായ ഒരു ആ ഒരു നിമിഷം എനിക്കുണ്ടായ ഒരു ഞാൻ തകർന്നു. എന്നെ വിളിച്ചു അത് തന്നെ ആ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് തന്നെ, കാരണം സംഗീതയുടെ ഉള്ളിൽ ആ വിഷമം കാരണം കൊണ്ട്. അല്ല അത് എന്നോട് അച്ഛൻ തന്നെയാ പറഞ്ഞത് വിളിക്കാൻ. അന്ന് എന്നോട് അച്ഛനാണ് പറഞ്ഞത്. കാരണം ഞാൻ അത്രയും കിടന്ന് കരയുന്നത് എന്റെ അച്ഛന് സഹിച്ചില്ല. അച്ഛൻ എന്നോട് എന്നിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ നീ എന്നെ വിളിക്കാം. അപ്പൊ ധനു ഇവിടുന്ന് ഇറങ്ങി പോയത് ആ ഒരു രീതിയിലാണ് പെട്ടെന്ന് ഇറങ്ങി പോകുന്നത്. അതിപ്പോ ഏത് വീട്ടുകാർക്ക് ഇപ്പൊ എന്റെ അച്ഛനെ കണ്ടപ്പോഴായാലും സങ്കടം തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു നീ അവനെ വിളിച്ചിട്ട് പറയൂ ഇതേപോലെ എന്താ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് എടുക്കുന്നത് ധനുവിന്റെ അമ്മയാണ്. ധനു എന്നോട് സംസാരിച്ചിട്ടില്ല. ധനുവിന്റെ അമ്മയാണ് എന്നോട് സംസാരിക്കുന്നത്. ആ നിമിഷം എന്റെ അടുത്ത് എനിക്ക് തണുക്കുന്നു. അപ്പൊ ആ നിമിഷം എന്റെ അടുത്ത് അച്ഛനൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്കങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ സംസാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ധനുവിന് പിന്നെ ഞാൻ ഓക്കെ, കാരണം സംഗീത വിളിച്ചു. കാരണം ആ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് ഊഹിക്കാം. എനിക്കറിയാം അത് അങ്ങനെ തന്നെ ആയിരിക്കും. അതാ ഏതൊരു വീട്ടിലായാലും അങ്ങനെ തന്നെ ആയിരിക്കാം. ആ ഒരു പ്രശ്നത്തിനിടയ്ക്ക് എന്റെ കൂടെ ഇറങ്ങി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. അത് അച്ഛൻ ഞാനിങ്ങനെ വിഷമിക്കുന്ന കണ്ടിട്ട് ഞാൻ ധനുവിനെ വിളിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ എന്നോട് പറഞ്ഞു. എന്നോട് മാത്രമാണ് അച്ഛൻ പറഞ്ഞത്, വേറെ ആരും ആ റൂമിൽ ഉണ്ടാകുന്നില്ല. എന്റെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ കരയുന്ന കണ്ടിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു മോളിങ്ങനെ നടന്ന് വിഷമിക്കണ്ട. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ കരഞ്ഞിട്ടില്ല. ഞാൻ അത്രയും തകർന്നു പോയി ഒരു വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്കും. എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഓക്കെ നിനക്ക് അങ്ങനെ അത്രയ്ക്ക് നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് സമയം തരാം. അതിനിടയ്ക്ക് അവൻ നല്ലൊരു ജോലിയിൽ, കാരണം ഒരു കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ഒരു റിലേഷൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും അച്ഛൻ എന്റെ വീട്ടിൽ കുറച്ചും കൂടെ നല്ല ജോലിയിൽ എത്തുന്ന ഒരാള്, നല്ല ജോലിയൊക്കെ ഉള്ള ഒരാളുമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലല്ല ഞാൻ ധനുവിനെ ഇഷ്ടപ്പെടുന്നത്. അപ്പോ കുറച്ച് നല്ല ജോലിയിലൊക്കെ ഒരു വർഷം കഴിഞ്ഞിട്ടാവും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരാം എന്ന് എന്റെ അച്ഛൻ ആ സമയത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് ഇത് പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. കാരണം അമ്മയ്ക്കാണ് തീരെയും ഈ റിലേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോ അമ്മയ്ക്ക് അങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കും, പ്രത്യേകിച്ച് ധനീഷിനെ പോലെ ഒരാളോട് ഒട്ടും അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തതേ ഇല്ല. അപ്പൊ ഇപ്പോഴും അത് പറ്റത്തില്ല, ഇപ്പോഴും അതായിട്ടില്ല. നമ്മൾ കാണുന്നുണ്ട് വളരെ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു പ്രശ്നം അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നോട് ഒറ്റ കണ്ടീഷനെ അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഒരു വർഷം ഉണ്ടാവരുത്. ഈ ഒരു വർഷത്തിനിടയ്ക്ക് ദിനേശിന്റെ അടുത്ത് പറയും ഇത്ര നല്ല രീതിയിൽ ജോലിയൊക്കെ ആയിട്ട് വന്നു കല്യാണം നടത്തി തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ശരിക്കും വീണ്ടും. അതിപ്പോ അവർക്കായാലും അറിയാം ഈ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും നടക്കാം. ഇപ്പൊ പകുതി ആവുമ്പോഴത്തേക്ക് ചിലപ്പോ സംഗീത വേറെ ആലോചനയൊക്കെ ആയിട്ട് കെട്ടിച്ചു വിടാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ വല്ല റിലേഷനും ആയിട്ട് പോവാ, അല്ലെങ്കിൽ ഞാൻ വല്ല പുറത്തോട്ട് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ എന്റെ കാര്യം നോക്കി പോവാ എന്നൊക്കെ ആയിരിക്കും അവര് ചിന്തിച്ചിരുന്നത്. പക്ഷെ നമുക്ക് ആ റിലേഷൻ അങ്ങനൊന്നും ഗ്യാപ്പ് വെക്കാൻ പറ്റിയില്ല. മനസ്സുകൊണ്ട് ഞങ്ങൾ അത്രയും അടുത്തു. എനിക്ക് എന്റെ ഒരു പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ധനീഷ് എന്നൊരു വ്യക്തിയിലേക്കായി എന്റെ ഒരു പാർട്ട്ണർ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ എനിക്ക് ഒരിക്കലും അതിന് വിട്ടുമാറാൻ പറ്റുന്നില്ല. എന്റെ അടുത്ത് പല രീതിയിൽ എല്ലാവരും പറഞ്ഞു എന്തുകൊണ്ട് നിനക്ക് പറ്റുന്നില്ല, ഇങ്ങനെ പ്രേമിച്ച എന്തോരം കുട്ടികളാണ് വേറെ റിലേഷനിലേക്ക് പോയേക്കുന്നത്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവില്ല. ഞാൻ അത്രയും എനിക്ക് എന്റെ മനസ്സല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തിയോട് കുറച്ചും കൂടി എനിക്ക് കണക്ഷൻ ആവാൻ തുടങ്ങിയത് ധനീഷ് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് കോഴിക്കോട് ഞങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്തു. നിന്റെ ഫ്രീഡത്തിൽ നടന്നോ എന്ന് തന്നെ പറഞ്ഞു. നിന്റെ ഫ്രീഡത്തിൽ നിന്റെ ചേട്ടനൊപ്പം, കാരണം ചേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രീഡത്തിൽ നടക്കുന്ന ആളാണ്. അപ്പൊ നീ നിന്റെ ചേട്ടനൊപ്പം നിനക്ക് എങ്ങനെയാണ്? കാരണം ഇവര് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ജോലി മേടിക്കാനായിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞ രീതിയിൽ തന്നെ ഞാൻ ഒരുപാട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. ഞാൻ ഒരുപാട് പുറത്തോട്ട് ഇപ്പൊ ദുബായിലൊക്കെ പോകാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചായിരുന്നു. അതെന്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാം, കാരണം ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോയിട്ടാണ് പോകുമ്പോൾ ഒരുമിച്ച് പോകാന്നുള്ള രീതിയിൽ ഓരോ ജോലിയൊക്കെ ഞങ്ങൾ പോയി ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ അപ്പോഴേക്കൊന്നും നടന്നില്ല. ആ സമയത്ത് എന്റെ തലയെഴുത്ത് അങ്ങനെ ആയിരിക്കാം, കാരണം ഒന്നും നടന്നില്ല. എന്റെ വീട്ടിലെ എല്ലാവർക്കും അറിയാം. കാരണം ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു. അവിടേക്ക് ജോലിക്ക് പോകാൻ നോക്കാം, എന്തെങ്കിലും ജോലി മതി, പുറത്തോട്ട് പോവാം, കുറച്ച്
പൈസ ഉണ്ടാക്കണം, നല്ല ജോലി കിടണം. ഇതെല്ലാം ചെയ്യുന്ന എന്തിനാ? സംഗീതയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം സംഗീത എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ജോലി ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, ഒരുപാട് ട്രൈ. എപ്പോഴും എറണാകുളത്ത് ഇന്റർവ്യൂ ആയിരിക്കും എനിക്ക് ഓരോ സ്ഥലത്ത് വെച്ചിട്ട്. പക്ഷെ അങ്ങനെ ഞങ്ങൾ വീണ്ടും കണക്ട് നടന്നില്ല. ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ എന്നെ വിളിച്ച് ഞാൻ കോഴിക്കോട് ശരിക്കും കോൺടാക്ട് ചെയ്തതെന്ന് അച്ഛൻ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ അങ്ങനെ കോൺടാക്ട് ചെയ്യാതിരിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. ധനു ഇങ്ങനെ ഇന്റർവ്യൂവിന് പോകുന്ന കാര്യങ്ങളും ടെൻഷനും ഒക്കെ ആയിട്ട് എന്നോട് ധനു ഇതൊക്കെ തുറന്ന് പറ. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ. ഇപ്പൊ ചേട്ടൻ എന്നെ കോഴിക്കോട് കൊണ്ടുപോയാലും ഞാൻ അവിടെയും അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിടിച്ച് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവളെ മാറ്റണം എന്നൊരു ചിന്താഗതിയോട് മാത്രമാണ് എന്നോട് ചേട്ടൻ ഓരോ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം തന്നെ, എന്റെ പേര് തന്നെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് ഇത് മാറണം, നല്ലത് കിട്ടും, അല്ലെങ്കിൽ നീ നല്ല ചൂസ് ചെയ്യണം, നല്ലത് ചൂസ് ചെയ്യണം എന്ന് തന്നെ പറയുന്നത്. അപ്പൊ എനിക്ക് ഞാൻ വീണ്ടും തന്നെ ധനുവായിട്ട് ഞാൻ കണക്ട് ആയി, വീണ്ടും ഞാൻ കോൺടാക്ട് ചെയ്തു. ധനു എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യം തന്നെ. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് ചെറിയ രീതിയിൽ ഫോൺ വിളി സംസാരം, ഞങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകുന്ന ടൈമാണ്. അപ്പോഴാണ് വീണ്ടും വീട്ടിൽ അറിയുന്നു ഇതേപോലെ ഇവര് കോണ്ടാക്ട് ഉണ്ട് എന്ന് അറിയുന്നു. അങ്ങനെ എന്നെ വീണ്ടും കോഴിക്കോട് തിരിച്ചു കൊണ്ടുവരുന്നു. കോഴിക്കോട് നിൽക്കണ്ട, കാരണം കോഴിക്കോട് ആകുമ്പോഴത്തേക്ക് എനിക്ക് എന്റെ അമ്മയുടെ ഒരു കൺട്രോളല്ല, എന്നെ നോക്കാൻ ആരുമില്ല. അപ്പൊ ചേട്ടനാണെങ്കിൽ ചേട്ടൻ കൂടുതലും ജോലി കാര്യത്തിന് അങ്ങനെയാണ്. ശരിക്കും കോഴിക്കോട് വെച്ചിട്ടാണ് ഈ IELTS എന്നൊരു എക്സാമിന് പുതിയൊരു സംഗീതയുടെ മുമ്പിലോട്ട് ഒരു വഴി തുറന്നു തരാണ് ചേട്ടൻ തന്നെയാണ്. ചേട്ടനോട് ഇന്ന് ഞാൻ അതിന് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇപ്പോ ഈ ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കണമെങ്കിൽ അതിന് കാരണം എന്റെ ചേട്ടൻ മാത്രമാണ്. നിനക്ക് നിന്റെ മൈൻഡ് വിടാൻ വേണ്ടി നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ പോകണോ? കാരണം ഞാൻ കോഴിക്കോട് വെറുതെ വന്നിരിക്കുക. എന്നിങ്ങനെ ഇപ്പൊ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങില്, ന്യൂസ് പേപ്പർ ചേട്ടന്റെ ഓഫീസിൽ വരും. അത് നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ അവിടെ സാന്റമോണിക്കയുടെ ഒരു സെമിനാർ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സാന്റമോണിക്കയുടെ പരസ്യമൊന്നും അല്ല കേട്ടോ, സാന്റമോണിക്കയുടെ പരസ്യ പ്രമോഷനോ ഒന്നും അല്ല. സാന്റമോണിക്കയുടെ ഒരു പത്രക്കെട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ കാണുന്നുണ്ട്. ഇതേപോലെ കാനഡയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെമിനാർ. അത് നമ്മൾ എങ്ങനെ ഞാൻ കാനഡയിൽ വന്നെന്നുള്ള പറയാം. അപ്പൊ എനിക്ക് ആ ഒരു വഴി തുറന്നു തരുന്നത് എന്റെ ചേട്ടനാണ്. നമുക്ക് അങ്ങനെ ചാൻസ് തന്നു. സംഗീതയ്ക്ക് ശരിയാവുന്ന നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതിനെ കുറിച്ചൊന്നും നമ്മുടെ നാട്ടിലൊന്നും ആർക്കും അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്താണ് സംഭവം, എങ്ങനെ പോവാം. ഈ കൊല്ലത്ത് ഞങ്ങളുടെ സ്ഥലത്ത് പോയിക്കുന്നത് ഞാനും വേറൊരു കുട്ടി മാത്രമേ. അല്ല, എനിക്കൊന്നും ഒരു 3-4 പേര് മാത്രമേ എനിക്ക് ഇതിൽ വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു എക്സാം ഉണ്ട്. അങ്ങനെ ഒരു എക്സാമിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആണെന്നുള്ളത് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആ ഒരു ഓപ്ഷൻ എനിക്ക് ഇപ്പൊ ഒരുപാട് പേര് ഇതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്ന പഠിക്കുന്നുണ്ട്. നമ്മൾ ആ ടൈമില് അങ്ങനെയൊന്നും ആർക്കും അറിയാം. കാരണം ഇത്രയും ഒരുപാട് പൈസയൊക്കെ ആവും ഇതിനകത്ത് വേണ്ടി ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് പൈസയൊക്കെ ആവും. അപ്പൊ സംഗീതം അതിന് വേണ്ടിയിട്ട് ശരി എന്ന് പറഞ്ഞ് അപ്പൊ എന്റെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്, അപ്പൊ ഞാൻ ഇത് കണക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ നല്ല കാര്യമാണ്, നീ അങ്ങനെ ഉണ്ടെങ്കിൽ നീ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന തന്നെ ഒരു ഭാഗ്യമാണ്. ചുരുക്കം ചിലർക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ആ ടൈമിലൊക്കെ. കാരണം ആ എക്സാം എന്ന് പറയുന്നത് അതത്ര കുറച്ച് പാടാണ് കാര്യമൊന്നുമല്ല. ആ എക്സാം നമ്മള് ക്ലിയർ ആക്കി കിട്ടാനായിട്ട് തന്നെ ഞാനൊരു 2-3 പ്രാവശ്യമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പൊ അത് കിട്ടിയപ്പോഴത്തേക്ക് നമ്മളെ ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെയാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന എന്നാ സംഗീതയുടെ കാര്യം നടക്കട്ടെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രശ്നം വേണ്ടാന്ന് സംഗീതയുടെ ഞാൻ പറഞ്ഞു. നമ്മൾ വിളിക്കുന്ന എല്ലാ ആയാലും കുറച്ച് കുറയ്ക്കാം. കാരണം നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഇത് നടന്നാലും നമുക്ക് നമ്മളെ പിന്നത്തുള്ള ഫ്യൂച്ചർ നമുക്ക് നോക്കാം. കല്യാണം അല്ലേ, അത് നീ പോയാലും നടക്കും, അതിന് കുഴപ്പമൊന്നുമില്ല എന്നായി നമ്മള്. ഞങ്ങള് ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഇത്ര നേരത്തെ കല്യാണം കഴിക്കും എന്നുള്ളത്. ഞാൻ എന്റെ 23-ാമത്തെ വയസ്സിലാണ് എന്റെ കല്യാണം കഴിയുന്നത്. 23-ാം വയസ്സിലാണ് കല്യാണം. ഒരിക്കലും ഞാൻ ഒരു അറിവായ പ്രായം മുതലേ ഒരു 26 വയസ്സ് കഴിഞ്ഞിട്ട് എന്റെ കല്യാണം ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ദൈവം എന്നുള്ള എന്തോ ഒരു പവറുണ്ട്. ആ ഒരു പവർ ഉണ്ടായതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു ലൈഫ്. ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ ഒരു കുറയ്ക്കലൊക്കെ വെച്ചിട്ട് 2 കൊല്ലം 2 വർഷം കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ് ഞാൻ കാനഡയിൽ പഠിക്കാൻ വരുന്നത്. 2 വർഷം കഴിഞ്ഞിട്ട്. കാരണം എനിക്ക് ആ ടൈമില് എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം ആ പ്രായത്തിലായിരിക്കും നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മള് പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ഒരുപാട് അങ്ങ് എടുത്ത് വെക്കണമെന്നല്ല. നമുക്ക് കുറെ സന്തോഷങ്ങളൊക്കെ വേണ്ട ആ ടൈമില്. അപ്പൊ 2 കൊല്ലമാണ് ഞാൻ സംഗീതം പറഞ്ഞു. 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്തായാലും മതി നോക്കാം. അപ്പൊ നീയും കുറച്ച് സെറ്റ് ആവും. അപ്പൊ നിനക്ക് നിന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സംഗീതം അപ്പം ഇപ്പൊ കാനഡ ആയാലും വേറെ എവിടെ പോയാലും കുറച്ചും കൂടെ മെച്ചൂർഡ് ആവണം. കുറേയും കൂടെ മെച്ചൂർഡ് അറിയില്ല. എനിക്ക് എന്റെ അച്ഛനോടും അമ്മയടുത്തായാലും ഞാൻ ഒരുപാട് മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്. ഞാൻ ശരിക്കും ഈ ധനീഷ് എന്നൊരു വ്യക്തിയായിട്ടുണ്ടായ ഒരു പ്രശ്നത്തിന്
ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെയും അവര് എന്നെ വെറുക്കുന്ന രീതിയിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അവര് തിരിച്ച് എന്നോട് അതേപോലെ പെരുമാറിയിട്ടുണ്ട്. ഒരു അച്ഛനും അമ്മയും സംസാരിക്കാത്ത പോലെ തന്നെ എന്നോട് എൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ചിട്ടുണ്ട്. അല്ല, അത് ഇതിന്റെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങൾ ഇടയ്ക്കെല്ലാം ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഓരോ ദിവസങ്ങളൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ ഈ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കുന്നു. അവരറിയുന്നു റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നു ഇല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരുപാട് കളത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തില്. കാരണം ഈ കാനഡയിൽ പോകുന്ന പ്രോസസ്സിംഗ് നടക്കുന്ന സമയത്തായാൽ പോലും എക്സാം ഒക്കെ എഴുതി പഠിത്തമൊക്കെ എക്സാം ഒക്കെ എഴുതി രണ്ടു വട്ടമൊക്കെ എഴുതിയിട്ടുണ്ട്. എഴുതി കിട്ടിയത് എക്സാം ഒക്കെ എന്നോട് അച്ഛൻ പറയുന്നത് നീ റിലേഷൻ കൊണ്ടുപോകണമെങ്കിൽ നടക്കില്ല. അപ്പൊ സംഗീത പറഞ്ഞ റിലേഷൻ ഞാനാ പറഞ്ഞത് സംഗീത വേണ്ട, റിലേഷൻ ഇല്ലാന്ന് തന്നെ പറഞ്ഞു. കാരണം നീ പോയി രക്ഷപ്പെടും. അപ്പോഴത്തേക്ക് എനിക്കും എന്തെങ്കിലും ആവുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പുറത്തോട്ട് വല്ലതും പോകാൻ പറ്റുവാണെങ്കിൽ എനിക്കും നല്ലതാ. ഞാനും പുറത്തു പോയിട്ട് വരാം, 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ നമുക്ക് വീട്ടിൽ സംസാരിക്കാം. അപ്പൊ അവർക്ക് ഓക്കെ ആവും എന്ന് തന്നെയാണ് ഞങ്ങൾ അപ്പോഴത്തേക്ക് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കാരണം ഭയങ്കര എനിക്ക് ഫോണിലാണ്. കാരണം ഇതെന്തായാലും ഇങ്ങനെ ഫോണിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. എനിക്ക് ഫോണുണ്ട്. അപ്പൊ ആ ഫോൺ എനിക്ക് തരാതായി. ഇപ്പൊ ഞാൻ കിടക്കുമ്പോഴൊക്കെ എന്റെ ഫോൺ കൊണ്ടുപോകും. അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയം മാത്രമേ നിനക്ക് ഫോൺ തരുള്ളൂ, അതിനുള്ളിൽ നിനക്ക് എല്ലാം ചെയ്യണം എന്നുള്ള ഒരു അത്രയും ഭയങ്കര എന്റെ സ്വന്തം വീട്ടിൽ പോലും എനിക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥയായി തുടങ്ങി. കാരണം ഇങ്ങനെ ഈ ധനുവിന്റെ പ്രശ്നം നടക്കുകയാണ്. വീട്ടിലത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർ എന്തൊക്കെ പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന രീതിക്ക് പോയി. അപ്പോഴാണ് കാനഡ വരുന്നത്. കാനഡ പ്രശ്നത്തിൽ എനിക്ക് ഫോൺ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ധനുവിന്റെ ഓരോ പേര് മാറ്റി എന്റെ വേറെ പെൺപിള്ളേരുടെ പേരൊക്കെ സേവ് ചെയ്തിട്ടാണ് ധനു. കാരണം എന്റെ അമ്മ എല്ലാം നോക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ ഓരോ വട്ടവും ഞാൻ പേര് മാറ്റുന്ന എല്ലാം എന്റെ അമ്മ കണ്ടുപിടിക്കും. അങ്ങനെയാണ് വീണ്ടും വീണ്ടും ഓരോ വീട്ടിൽ അറിയുന്നത് എങ്ങനെ കോണ്ടാക്ട് ഉണ്ടെന്ന്. അങ്ങനെ പ്രശ്നം കുറച്ച് രൂക്ഷമായി. പക്ഷെ ഇത് എന്നെ അല്ലാതെ ബാധിക്കുന്നൊന്നുമില്ല. എന്റെ വീട്ടിൽ ബാധിക്കുന്നു അല്ലാതെ എന്നെ അല്ലാതെ ടോർച്ചർ ചെയ്യുക അങ്ങനെ എന്നെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. സംഗീത പറയുന്ന അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ വീട്ടിൽ പ്രശ്നമായി, വീണ്ടും ഫോൺ നമ്പർ പിടിച്ചു, അല്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചത് കണ്ടു എന്നുള്ളതൊക്കെ വീണ്ടും പ്രശ്നമായി. അതിനിടയ്ക്ക് വെച്ചിട്ടാണ് സംഗീത പോകുന്ന ടൈം, അതായത് പോകുന്ന കുറച്ച് ടൈമും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് കോവിഡ് ടൈം ഒരു 8 മാസം കൂടെ കണ്ടേ ഉള്ളൂ. ആ ഒരു ഗ്യാപ്പാണ്. ആ സമയത്ത് കോവിഡ് വരുന്നത് ഞങ്ങൾക്ക് കോവിഡാണ് ശരിക്കും ഞങ്ങളുടെ ലൈഫിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ കാര്യം കോവിഡാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാനുള്ള കാര്യം കോവിഡാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ കാണാൻ പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊക്കെ ഉണ്ടായിരുന്നു. ഫോൺ വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഫോൺ എനിക്ക് യൂസ് ചെയ്യേണ്ട കൈ ഫോൺ തരത്തില്ല. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് കാണും. അങ്ങനെയൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോവിഡ് സമയമായി. എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്യാമ്പൊക്കെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള ഒരു കാര്യമായി. എന്റെ എന്താണ് ഫ്യൂച്ചറും നമുക്ക് അറിയില്ലല്ലോ. അതേപോലെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെ, ഒരുപാട് ഡിലേ ആയി. ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഇതേപോലെ ആപ്ലിക്കേഷൻ ഒക്കെ വെച്ചിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജറും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് മാർച്ചിലാണ് കോവിഡ് എന്നൊരു കാര്യം വരുന്നത്. അപ്പത്തേക്കും നമ്മൾ തുടങ്ങി, നമ്മുടെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അതിന് ഒന്നുമില്ല, ഇനി കുറച്ചും കൂടെ ഉള്ളു. ബയോമെട്രിക്സ് ക്ലിയർ ചെയ്യണം. ബയോമെട്രിക്സ് ക്ലിയർ ചെയ്യാൻ എന്നുള്ള സ്റ്റെപ്പ് വരെ മാത്രമേ ഉള്ളൂ. ആ ഒരു വർഷം പിന്നെ കോവിഡ് ആയതുകൊണ്ട് സെപ്റ്റംബർ മുതൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇവിടെ വരേണ്ടി വന്നില്ല. ഓൺലൈൻ ക്ലാസ് ഇതിനു വേണ്ടി കുറച്ച് നല്ല പൈസയൊക്കെ മുടക്കിയതെല്ലാം ആദ്യമേ എല്ലാം സംഗീതയുടെ വീട്ടിൽ. കാരണം ഞാനുമായിട്ട് റിലേഷൻ ഇല്ലെങ്കിൽ മാത്രമേ വിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ അവർ ക്ലിയർ ആയിട്ട് ധനുവായിട്ട് റിലേഷൻ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കില്ല, ഞാനിങ്ങനെ റിലേഷൻ ഇല്ല, നമ്മൾ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ വീണ്ടും അറിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാകും. അപ്പം കോവിഡ് സമയം ആയതുകൊണ്ട് എൻ്റെ ചേട്ടൻ ഉൾപ്പെടെ പറഞ്ഞു, ചേട്ടനൊക്കെ നാട്ടിലുണ്ട്, ഇനി എന്താകും ഫ്യൂച്ചർ എന്ന് അറിയത്തില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് കല്യാണം നോക്കാം. കാരണം ഞാൻ തമ്മിൽ ഒരു റിലേഷനും ഇല്ലല്ലോ. അപ്പൊ ആ റിലേഷൻ ഇല്ലെങ്കിൽ പിന്നെ അവളെ ഞാൻ കല്യാണം കഴിപ്പിക്കുന്നതിന് പ്രശ്നമില്ല കാരണം എല്ലാവർക്കും ടെൻഷനായി. കോവിഡ് ആയിട്ട് ഇനി പോകാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ പൈസ അതിനുവേണ്ടി ചെലവാക്കിയതാണ്. പോയി കഴിഞ്ഞാലും പൈസ ഇനിയുണ്ട് ചെലവാക്കാൻ. പക്ഷെ ഒരു പരിധിയോളം നമ്മൾ ആയി കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മള് എന്ത് വിശ്വസിച്ചിട്ടാണ് വീണ്ടും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കല്യാണത്തിന്റെ കാര്യമൊക്കെ എടുത്തിട്ട് അപ്പൊ വീണ്ടും പ്രശ്നമായി. കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങള് റിലേഷനിലാണ്, പക്ഷെ അത് ആരും അറിയാതെ
കുറച്ചും കൂടെ പോയി സംഗീത എങ്ങനെയെങ്കിലും കയറി പോകണം എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കല്യാണം ഇപ്പോഴേ വേണ്ട, ഞാൻ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് മതി, റിസ്കിൽ തന്നെ നിങ്ങൾ വീട്, എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ, ഇത് മുന്നോട്ട് തന്നെ പോവാം. ഞാൻ അങ്ങനത്തെ ആ ഒരു അന്ന് എനിക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തു. അങ്ങനെ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ടായി, വീണ്ടും ഇതേപോലെ അറിയുന്നു ഇതിനായിട്ട് റിലേഷൻ ഉണ്ടെന്ന്. അങ്ങനെ അവസാനത്തെ സ്റ്റെപ്പായി. അതായത് കോവിഡ് നടക്കുന്ന സമയത്ത് എൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ധനു എനിക്ക് ചെറിയൊരു ഫോൺ തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ തമ്മിൽ വീട്ടിൽ എനിക്ക് ഫോണുണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് ഫോണുണ്ട്, പക്ഷേ എനിക്ക് ആ ഫോൺ ത്രൂ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ധനു എനിക്ക് ചെറിയൊരു ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഒരു ദിവസം എന്തൊക്കെയാണ് ഇങ്ങനെ, ഇനി ഇതാണ് കാര്യങ്ങളായിട്ട്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റില്ല എന്നുള്ള അത്രയും ഒരു സ്റ്റേജ് എത്തി. അത് എൻ്റെ വീട്ടുകാർക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തോരം ഞാൻ പറഞ്ഞതാണെന്നറിയാമോ, ഒരുപാട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, പക്ഷെ ഇല്ല, അവരെങ്ങനെയെങ്കിലും അതിന് മാറ്റം തന്നെ നോക്കിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ഫോണിൽ കൂടെ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ബയോമെട്രിക്സ് രണ്ടു ദിവസം കൂടെ മുന്നെയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്ത ഫോണ് സംഗീത എന്നോട് സംസാരിക്കാൻ നേരത്ത് അമ്മ കയറി വന്ന് വീണ്ടും കാണുകയാണ് ഫോൺ. ഇത് ഏത് ഫോണ്, ഇത് ആരോട് സംസാരിക്കുന്നു എന്നുള്ള ഇഷ്യൂ ആയി. അപ്പം ഇത്രയും പറഞ്ഞതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം ഇത് ലാസ്റ്റാണ്. ഇനി സംഗീതയ്ക്ക് ഉറപ്പായിരുന്നു ഇനി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എവിടെയും പോകാനും പറ്റില്ല, സംഗീത വേറെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെന്നോട് അമ്മയായാലും ചേട്ടനായാലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വട്ടം കൂടി എനിക്ക് അവനുമായിട്ട് റിലേഷൻ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഈ മുടക്കിയ പൈസ എല്ലാം ഞങ്ങളും വേണ്ടാന്ന് വെക്കും, നീ പോവില്ല, പിന്നെ അടുത്ത സ്റ്റെപ്പിന്റെ കല്യാണമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും പേടിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. പക്ഷെ എനിക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ട ഒറ്റ ടൈമില്. പക്ഷെ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു അന്ന് വീട്ടില് സംഗീതയുടെ ഫോൺ പിടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടായി. മനസ്സിലായി ഇനി ഒന്നും നടക്കില്ല. കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇനിയിപ്പം ആരടുത്തും ഒന്നും പറയാനില്ല, ആരടുത്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അപ്പം സ്വാഭാവികമായിട്ട് പിന്നെ എങ്ങനെയെങ്കിലും എന്നെ വിളിക്കണം. കാരണം ഞാനത് അറിയുന്നില്ല, ഞാനതൊന്നും അറിയുന്നില്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. എന്നെ എങ്ങനെയെങ്കിലും വിളിക്കണം. ആ ഫോൺ അമ്മ എടുത്തു. അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും വിളിക്കണം. അതിന് സംഗീത ഒരു മാർഗം കണ്ടുപിടിച്ച് എന്നെ വിളിച്ചു. പിറ്റേ ദിവസം ആ പ്രശ്നം കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. അന്ന് അച്ഛൻ്റെ അടുത്ത് അമ്മ കാരണം അന്ന് വൈകിട്ട് ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ പുറത്തായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ വീട്ടിൽ അമ്മ അത് കാണുന്നത്, ഫോൺ കാണുന്നതൊക്കെ. അപ്പോൾ പിറ്റേ ദിവസം അച്ഛനോട് പറയുന്നുള്ളൂ എന്ന രീതിയിലാണ്. അന്നത്തെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അന്ന് വിചാരിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലും എനിക്ക് നേരം എനിക്കറിയത്തില്ല. ഞാൻ അന്ന് കടന്നുപോയ സിറ്റുവേഷനിൽ ഞാൻ ആത്മഹത്യ ചെയ്തായിരുന്നു. ഞാൻ ആ ഒരു രാത്രി എനിക്ക് എങ്ങനെ ഞാൻ തരണം ചെയ്തു എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്റെ സ്വന്തം വീട്ടില് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ എന്റെ ചേട്ടന്റെ എങ്ങനെയും എനിക്ക് ഫോൺ എടുത്ത് ധനുവിനെ വിളിക്കണം എന്നുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിൽ അറിഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത് അമ്മ പറയുന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് അറിയത്തില്ല. പിറ്റേ ദിവസം ട്യൂഷൻ എടുക്കാൻ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, എന്നെ വിളിക്കാൻ പറ്റുമോ, ഞാൻ എങ്ങനെ കാര്യങ്ങൾ അറിയും എന്നെല്ലാം സംഗീതയ്ക്ക് അറിയാം. അങ്ങനെ അതുകൊണ്ട് പിറ്റേ ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്തു. അത് മാത്രമല്ല അതിന് 2 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ബയോമെട്രിക്സ് ആണ് ലാസ്റ്റ് സ്റ്റെപ്പാണ് കേരളത്തിലേക്ക് വരാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് എനിക്ക് അവിടെ എങ്ങനെങ്കിലും പോയേ പറ്റൂ. എനിക്ക് ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു ബയോമെട്രിക്സ്. എനിക്ക് എങ്ങനെങ്കിലും പോയേ പറ്റൂ. ഡേറ്റ് കിട്ടിയതാ. കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത്രയും ട്രൈ ചെയ്തിട്ടാണ് ബയോമെട്രിക്സ്. സെപ്റ്റംബറിൽ പോവേണ്ട ഞാൻ പോയത്, അതായത് 2020 സെപ്റ്റംബറിൽ ഇവിടെ എത്തേണ്ട ഞാൻ എത്തിയത് 2021 ഏപ്രിലാണ്. കാരണം കോഴ്സ് ഒക്കെ ഓൾറെഡി തുടങ്ങി. അപ്പം നമുക്ക് അത്ര ഡിലേ ആയത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും കാരണം ഡിലേ ആയതും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം വന്നത് കോവിഡിന്റെ സമയം ആയതുകൊണ്ടാണ്. അപ്പം എങ്ങനെയെങ്കിലും ബയോമെട്രിക്സിന്റെ ഡേറ്റ് കിട്ടാൻ ഞാനൊക്കെ ഇന്ന് പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും. കാരണം ഈ ഡേറ്റ് കിട്ടണം, അല്ലെങ്കിൽ അവൾ ഒരുപാട് വെയിറ്റ് ചെയ്യാണ്. കാരണം വെയിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഡേറ്റും വന്നു, ഇത് പ്രശ്നവും വന്നു. അപ്പൊ സംഗീത എന്നെ വിളിച്ച് പറഞ്ഞു ഇതാണ് പ്രശ്നമായി, ഇനി എനിക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഓൾറെഡി ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയൊരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിനക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഇത് കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക, ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരെ ചതിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. പ്ലാൻ ചെയ്യാനായിട്ടൊന്നുമില്ല. കാരണം എന്റെ ഒരു കുലുവേ ഇല്ലായിരുന്നു.
ആ സമയത്ത് കാരണം ആ ഒരു സാഹചര്യത്തില് എനിക്ക് എന്റെ വീട്ടില് എനിക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അച്ഛൻ നാട്ടിലുണ്ട്, ഞാൻ അച്ഛനോട് അത്രയും കള്ളം പറഞ്ഞ് എനിക്കില്ല ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും. അറിയാം, എനിക്കുണ്ട് അച്ഛനും അമ്മയും, സംഗീതയ്ക്കുണ്ട് അച്ഛനും അമ്മയും. അപ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത് എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് കാര്യങ്ങൾ തീരണം. അപ്പൊ എനിക്ക് ട്യൂഷൻ എടുക്കാൻ പോണായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഈ ബയോമെട്രിക്സിന്റെ എന്തോ ഒരു പേപ്പർ എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിന് ഞാൻ ഫയൽ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോയതാ. ബട്ട് എന്റെ കയ്യിൽ ഫോൺ അമ്മ തരില്ല. കാരണം അന്ന് ഞാൻ ട്യൂഷൻ ഇറങ്ങുമ്പോ പോലും എന്റെ അമ്മ ഇങ്ങനെ സംസാരിച്ചു. എന്റെ ചേട്ടനുണ്ട് ആ സമയത്ത് വീട്ടില്. അപ്പം വിളിച്ചു സംഗീത ഒരു വിധത്തിൽ വിളിച്ചു. അപ്പൊ ഞാൻ ട്യൂഷൻ വീട്ടിൽ വന്നിട്ട് അവരുടെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചത് ഇങ്ങനെ കാര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇതേപോലെ തന്നെ വരുന്നു വിളിച്ച് അങ്ങനെ സംസാരിച്ചു. ഞാൻ വന്നിട്ട് സംഗീത വണ്ടിക്കകത്ത് വാ കേറെന്തായാലും ഇത്ര പ്രശ്നമായി, ഇനിയിപ്പോൾ വീട്ടിൽ പോകത്തില്ലെന്ന് എനിക്കും മനസ്സിലായി. കാരണം പോയി കഴിഞ്ഞാലും എന്താ ഉണ്ടാവുന്നു, പിന്നെ എനിക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്താണ് സംഭവിക്കുന്നത് എങ്ങനെ, പിന്നെ അതിന്റെ പുറകെ നടക്കാൻ എങ്ങനെയാണെന്നൊന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നു. ആദ്യമേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്, എൻ്റെ ഫ്രണ്ടിനെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം അവൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവൻ്റെ വൈഫുണ്ട്, അപ്പം അവൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ഇതേണക്കാണ് സംഭവം. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഇതേണക്ക് സംഗീത ഇങ്ങനെ വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വീട്ടിലോട്ട് വാ, നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ളത് പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് ചെന്നു. വീട്ടിലോട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്താ വേണം സംസാരിക്കാം, എന്തായാലും വരട്ടെ. ഞാൻ പറഞ്ഞു ഇതാണ് സംഗീതയ്ക്ക് ബയോമെട്രിക്സ് ആണ് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊന്നും വിടത്തില്ല. വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അമ്മ പറയുന്നുണ്ടായിരുന്നു ഇനി നീ ബയോമെട്രിക്സിന് പോവില്ല. കാരണം നമ്മൾ ടിക്കറ്റ് ട്രെയിൻ ഞാനും അച്ഛനും പോകാൻ വേണ്ടി, കാരണം പിന്നെ ഒരുപാട് ഒരു ആഗ്രഹിച്ച കാര്യമാണ് ഇങ്ങനെ പോണം, പോയി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചതാ. ഞാൻ പോകണം എന്ന് ഒരുപാട് അവരും ആഗ്രഹിച്ചതാ. പക്ഷെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്കറിയാറുന്നു എന്നെ വിടില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കല്യാണമൊന്നുമല്ല, സംഗീതം എങ്ങനെയെങ്കിലും ബയോമെട്രിക്സ് എടുക്കണം. ബാംഗ്ലൂർ വരെ പോകണം, എടുത്തേ പറ്റൂ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ. ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസാനത്തെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് ബയോമെട്രിക്സ് എടുത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള. അല്ലാതെ ഒരിക്കലും ഞാൻ ധനുവിന്റെ കൂടെ ഇറങ്ങി പോകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ അന്ന് ദിവസം ധനുവിനെ ഞാൻ വിളിക്കുന്നത്. എനിക്ക് ബയോമെട്രിക് ഞാൻ അതന്നെ ധനു എനിക്ക് ബയോമെട്രിക്സ് ആണ്, എന്നെ ഇനി വിടില്ല, ബയോമെട്രിക്സ് എടുക്കാൻ എനിക്ക് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ ഫസ്റ്റ് ധനുവിനോട് പറയുന്നത്. ഞാൻ പറഞ്ഞു അതെന്തായാലും നമ്മൾ പോകും, നിനക്ക് എന്തായാലും ബയോമെട്രിക്സ് എടുക്കും, അതിനൊന്നും വിഷയമില്ല. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ വീട്ടിൽ നിന്ന് പിന്നെ ഞാൻ എന്റെ വീട്ടിൽ വരുന്നതിന് മുമ്പ് എന്റെ പെങ്ങളെ വീട്ടിലാണ് ഞാൻ വന്നത്. പെങ്ങളെ വീട്ടിൽ വന്ന് രാത്രിയൊക്കെ ആയി. അപ്പം ഇങ്ങനെ ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടി 2 ദിവസം കൂടെ ഉള്ളൂ. നമ്മൾ ബാംഗ്ലൂർ വരെ പോകണം. അപ്പൊ ടിക്കറ്റൊക്കെ പെട്ടെന്ന് എടുക്കലൊന്നും നടക്കത്തില്ല. അപ്പൊ ഞങ്ങൾ പോയതൊക്കെ കാറില്ല, എന്റെ ഫ്രണ്ടിന്റെ വണ്ടി തന്നെയാണ്. ഞങ്ങൾ ബാംഗ്ലൂർ വരെ പോകുന്നതല്ല. അപ്പം സംഗീതയുടെ വീട്ടിൽ നിന്ന് അപ്പൊ പ്രശ്നമായി, എല്ലാവരും അറിഞ്ഞു സംഗീത കാണുന്നില്ല. കാരണം ഞാൻ എവിടെ പോയെന്ന് അറിയാം. എന്റെ കയ്യിൽ ഫോണില്ല, എന്റെ ഫോൺ അന്ന് ദിവസം അമ്മ തന്നിട്ടില്ല. അപ്പൊ എനിക്ക് അവരെ വിളിക്കാൻ പറ്റും. വീട്ടിലെല്ലാരും അറിഞ്ഞു എന്റെ പെങ്ങളെ വീട്ടിലുണ്ട്. അപ്പം പെങ്ങളെ വീട്ടിലോട്ട് വന്നു. സംഗീത അച്ഛനൊക്കെ അറിയാം എന്റെ പെങ്ങളെ വീടൊക്കെ. അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ സംഗീതം ഉണ്ട്, ഞങ്ങളെ കണ്ടു, സംസാരിച്ചു. എന്താണ് തീരുമാനം, ഇതാണോ തീരുമാനം, എങ്ങനെയാണോ പ്രശ്നങ്ങൾ. ഞങ്ങൾ പറഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായില്ല, ഓൾറെഡി ഞാനും വന്ന് സംസാരിച്ചതാണ്, എന്നിട്ട് സമ്മതിക്കുന്നില്ല, ഇനിയിപ്പം ഞങ്ങളേതായിട്ടുള്ള കാര്യം നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കം കാര്യങ്ങളൊക്കെ അതുണ്ടാവുന്നതാണ്. അങ്ങനെ ഉണ്ടായി പോയി. അതോടെ അവിടെ കട്ടായി, ഒരു ബന്ധം കട്ടായെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയത്. കാരണം മനസ്സിലാക്കുന്നില്ല, അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ആർക്കും അറിയില്ല. അപ്പം പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. സംഗീതയുടെ അച്ഛൻ പറഞ്ഞു ഇനിയിപ്പം നിനക്ക് നിൻ്റേതായിട്ടുള്ള കാര്യത്തിന് പോവാം, ഞങ്ങളെ നോക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച് അവർ പോയി. പിന്നെ ഞങ്ങൾക്കൊന്നും നോക്കാനില്ലായിരുന്നു ഞങ്ങൾ, കാരണം ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ചെന്നപ്പം അവിടെ ചെന്ന് സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം ബയോമെട്രിക്സിന് ഇറങ്ങിയപ്പോൾ സംഗീതയുടെ ചേട്ടൻ അവിടെ വന്നു. ബാംഗ്ലൂർ ചെന്നിട്ട് പിറ്റേ ദിവസം ബയോമെട്രിക്സ് രാവിലെയാണ്. അപ്പോൾ അതിനുവേണ്ടി ചെന്നപ്പോഴത്തേക്ക് അവിടെ സംഗീതയുടെ ചേട്ടൻ വന്നായിരുന്നു ഓൾറെഡി. പുള്ളി അന്ന് തന്നെ എനിക്ക് തോന്നുന്നു അവിടുന്ന്
ബാംഗ്ലൂർ എത്തിയെന്ന്. അവർക്ക് മനസ്സിലായി ഞങ്ങൾ, കാരണം നമ്മൾ ബയോമെട്രിക്സ് എടുക്കാൻ എന്തായാലും നമ്മൾ പോകുന്ന. കാരണം അതിന് ആര് എന്ത് പ്രശ്നം ഉണ്ടായാലും പോകുന്ന ഞാൻ ഉറപ്പിച്ചിരുന്ന കാര്യമായിരുന്നു. കാരണം ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട. അപ്പം അവിടെ വന്നു സംഗീത കയറേണ്ട ടൈമാണ്. അപ്പം സംഗീതയോട് ഞാൻ പറഞ്ഞു, നീ കയറിക്കോ, ഞാൻ സംസാരിച്ചോളാം, ചേട്ടനോട് സംസാരിച്ചോളാം. എന്നെ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്തായാലും ചെറിയ രീതിയിലൊക്കെ നടത്താം എന്നാണ്ടൊക്കെ പറഞ്ഞായിരുന്നു പുള്ളി. ചേട്ടൻ പറഞ്ഞായിരുന്നു, നീ വാ, എൻഗേജ്മെന്റ് നടത്താം, എന്നിട്ട് നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ അച്ഛനും അമ്മയും, കാരണം എനിക്ക് തോന്നുന്നു അപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല ഈ പ്രശ്നങ്ങള്. വീട്ടില് ഇങ്ങനെ ഞാൻ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പുറത്ത് കാരണം എന്റെ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞാനായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത അപമാനം. അപ്പൊ അതിനകത്ത് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ കൊണ്ടുവന്നോളാം. അപ്പോഴും ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് കേസ് ഉണ്ടായിരുന്നു. കേസ് കൊടുത്തായിരുന്നു. കേസ് കൊടുത്തതെന്ന് പറയുന്നത് മിസ്സിംഗ് കേസ് ആണ് കൊടുത്തിരുന്നത്. ഇപ്പം സംഗീത മിസ്സായി. അതേ കണക്ക് തന്നെ എൻ്റെ വീട്ടുകാരും എൻ്റെ സ്റ്റേഷൻ 2 സ്റ്റേഷൻ വരുന്നതാണ്. അപ്പം എൻ്റെ സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ടായിരുന്നു മിസ്സിങ്. അപ്പം ഇതെനിക്ക് ചേട്ടൻ്റെ അടുത്ത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഒന്നും നടക്കില്ല, അങ്ങനെ സിറ്റുവേഷനായി. ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, സംഗീത എൻ്റെ കൂടാണ് വന്നത്. അപ്പം ഞാൻ തന്നെ തിരിച്ച് കൊണ്ടുവന്നോളാം. ഞങ്ങളിപ്പോൾ നാട്ടിൽ ചെന്നാലും കല്യാണത്തിൻ്റെ കാര്യമായിരിക്കും അടുത്ത് നോക്കുന്നത്. കാരണം ഞാൻ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസമൊന്നും ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. കല്യാണം കഴിച്ചേ പറ്റൂ, അതിനുള്ള കാര്യങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ അതിൻ്റെ കാര്യം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഒന്നും കൂടെ ആലോചിക്കുക, നമുക്ക് ഒന്നും കൂടെ ആലോചിക്കാം, ആലോചിക്കാം. ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടില്ല അവർ പറയുന്നത്. പക്ഷെ ഞാൻ ബയോമെട്രിക്സ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരുമ്പോൾ ചേട്ടൻ എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, നീ വാ. കരയാതെ പറയൂ. അങ്ങനെ ഇഷ്യൂസ് ഉണ്ടായി, ചേട്ടനായിട്ട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ തന്നെ ബയോമെട്രിക്സ് കഴിഞ്ഞു, ഞങ്ങൾ അന്ന് തന്നെ ഇറങ്ങി. കാരണം ഇറങ്ങാൻ നേരത്തെ തന്നെ എനിക്ക് എൻ്റെ സ്റ്റേഷനിൽ നിന്ന് തന്നെ കോള് വന്നായിരുന്നു. അപ്പോൾ ഞാനൊക്കെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അതെനിക്ക് നിങ്ങൾ തിരിച്ചു വരുവാണെന്ന് ചോദിച്ചു. തിരിച്ചു വരികയാണ്. അപ്പോൾ വരുമ്പോൾ സ്റ്റേഷനിലോട്ട് വരണം, സ്റ്റേഷനിൽ വന്ന് ഹാജരാകണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ പറഞ്ഞാൽ ഓക്കെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതേ കണക്ക് തന്നെയാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ തിരിച്ചു. ഞങ്ങൾ കൊല്ലത്ത് വന്നു എൻ്റെ സ്റ്റേഷനിൽ പോയി. എൻ്റെ സ്റ്റേഷൻ ചെന്നപ്പം എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് അവിടെ. കാരണം എല്ലാവരും അറിഞ്ഞു അപ്പോഴത്തേക്ക് ഇതേണൊക്കെ സംഭവം നടന്നു എന്നുള്ള കാര്യം. എല്ലാവരും വന്നു. പോലീസ് സ്റ്റേഷനിൽ എസ് ഐ കണ്ടിട്ട് എസ് ഐ ചോദിച്ചു, ഇത്രയേ ഉള്ളൂ, എത്ര വയസ്സായെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് 23-27 വയസ്സായി. അപ്പം എന്താണ് നിങ്ങളെ തീരുമാനം എന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ കല്യാണത്തിനുള്ള കാര്യം അടുത്ത് നോക്കുന്നു. ഓക്കെ, നിങ്ങളെ തീരുമാനമാണ് വലുത്. ഇപ്പോൾ ഒരു മിസ്സിങ് കേസ് കൊടുത്തായിരുന്നു, എന്നെ കാണുന്നില്ല എന്നുള്ള കാര്യത്തിൽ. അതൊന്ന് ക്ലിയർ ചെയ്യണം, അത്രമാത്രം ഉള്ളായിരുന്നു. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത സംഗീതയുടെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അങ്ങോട്ട് പോകണം, അവിടെ പോയിട്ട് എന്താ തീരുമാനം എടുക്കണം. അടുത്ത അവിടെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ വരുന്നത്. സംഗീതയുടെ സ്റ്റേഷൻ പരിധിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സംഗീതയുടെ അച്ഛൻ, അമ്മ, ബന്ധുക്കാർ എല്ലാവരും ഉണ്ട്. അപ്പം അവിടെ വെച്ച് സംഗീത എടുത്ത് അമ്മ സംസാരിച്ചായിരുന്നു. പോലീസുകാർ ആദ്യം ചോദിച്ചു എന്താണ് തീരുമാനം. അപ്പോൾ സംഗീത പറഞ്ഞ് എൻ്റെ കൂടെ കണക്ക് വരണം എന്നുള്ള തീരുമാനം പറഞ്ഞു. പിന്നെ അമ്മയായിട്ട് സംസാരിച്ചു. അപ്പോൾ അമ്മയും എന്താണ് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതെനിക്ക് പറഞ്ഞു. മനസ്സിലായി. പക്ഷേ എത്ര നീട്ടിക്കൊണ്ട് പോണ്ടെന്ന് അവർക്ക് അപ്പോഴായിരിക്കും മനസ്സിലായത്. അത് എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. എൻ്റെ അടുത്ത് ഈ കേസ് നമുക്ക് കോടതിയിൽ വിട്ടായിരുന്നു അവര്. കാരണം ജഡ്ജി എടുത്ത് നമ്മൾ ഈ സംഭവം പറയണമെന്നുണ്ട്. അവിടെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ സൈൻ ചെയ്യേണ്ട, സംഗീത സൈൻ ചെയ്ത് കൊടുക്കണം. ജഡ്ജിയെ കണ്ട് സംസാരിച്ച് സൈൻ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നേരെ കോടതിയിലോട്ട് വിട്ടു. അതിൻ്റെ ഇടയ്ക്കുള്ള സംസാരമാണ് അമ്മയും സംഗീതയായിട്ടും ഉണ്ടായി. പക്ഷേ അവർക്ക് മനസ്സിലായി ഇത് നല്ല കടുത്ത തീരുമാനമാണ്, ഇതിന് മുന്നോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം. ആ നിമിഷവും എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട്, ഞാൻ കാരണമാണ്, മനസ്സിലായി, കുറച്ചും കൂടി പക്ഷെ നമുക്ക് അതിനകത്തൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കാൻ എൻ്റെ വീട്ടുകാരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പം എനിക്കും ആരും ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സംഗീത അവർ കൊണ്ടുപോയിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കാരും മാത്രമേ എനിക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവരെ അവിടെ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് അവരെ കളഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു അവിടെ. കാരണം വേണമെങ്കിൽ എനിക്ക് ഈ സംഗീത അടുത്ത് പറയാൻ, നീ സംഗീത നീ വീട്ടിൽ പൊക്കോ, ഇത്രയും ചെറിയ പ്രശ്നമൊക്കെ അല്ലേ ഉണ്ടായുള്ളൂ. അച്ഛനായാലും അമ്മയാലും എൻഗേജ്മെന്റ് നടത്താൻ നീ കാനഡ പോയി തിരിച്ചു വന്നിട്ട്. പക്ഷെ അതിനൊരു ഉറപ്പില്ലായിരുന്നു സത്യം പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി കോടതി വരെയൊക്കെ എത്തിയ ഒരു കാര്യം ഒരുപക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു കൂട്ട ആത്മഹത്യയാണ് നടന്നത്.
കാരണം അച്ഛൻ അത്രയും ഫേസ് ചെയ്യാൻ അതിനറിയില്ല നമുക്ക് എന്താണ് അടുത്ത് സംഭവിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞുവെങ്കിലും എന്താണ് ചെന്നോടനെ അടുത്ത എൻഗേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ രീതിയൊക്കെ വേറെയാണ്. ചെറിയ രീതിയിൽ നടത്താൻ ആരെങ്ങളെ രണ്ടുപേരെയും വിളിച്ച് അച്ഛനും അമ്മയും മാത്രം വിളിച്ച് എന്താ നടത്താന്നൊക്കെ. പക്ഷെ ആ സമയത്തൊന്നും മൈൻഡില് ഇല്ല. കാരണം ഞങ്ങളെ വാശിയുണ്ട്, എന്റെ വീട്ടിലും വാശിയുണ്ട്. കാരണം ഇതിപ്പോ നടത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം രണ്ടുപേരടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു ലിമിറ്റ് ഒക്കെ മാറി പോയിട്ടുണ്ട്. കാരണം ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ഇതിപ്പം ഞങ്ങള് പറഞ്ഞതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 60% ആയിട്ടുള്ളൂ. ഇതിന്റെ ബാക്കിയുണ്ട് കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇത് വീഡിയോ ഒന്നും തീരില്ല. കുറെ പേർക്കൊക്കെ ഇതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ വിട്ടുകളഞ്ഞ കാര്യമാണ്. അതിനകത്തൊന്നും മെയിൻ കാര്യമാണ് ഇങ്ങനെ, ഇതാണ് മെയിൻ കാര്യങ്ങള്. അപ്പൊ ഇപ്പൊ ഇതിന്റെ വീഡിയോ എന്റെ വീഡിയോ എന്റെ അച്ഛനും അമ്മയും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരെന്നെ പറ്റി എല്ലാം അന്വേഷിക്കും. ഇപ്പൊ എന്റെ ചേട്ടനായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ നിമിഷം വരെ എന്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിച്ചില്ല. അതൊക്കെ റെഡിയാവും. ഇവര് ഇത് കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും എന്താണ് സംഭവം ഉണ്ടായത് ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളല്ല. ഞങ്ങളെ ഹാപ്പിയാണ്, അവര് ഹാപ്പി, മോളെ ഹാപ്പി ആയി ഇരിക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അതിപ്പോ ഹാപ്പിയാണ്, ഒരു കുറവുമില്ല, സന്തോഷത്തോടാണ് ജീവിക്കുന്നത്. അത്രേ ഉള്ളൂ. അത് എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തതിലും തെറ്റുണ്ട്, അവര് ചെയ്യുന്നതിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ ആഗ്രഹമുണ്ട്. ഇതിപ്പോ ഞങ്ങളിപ്പം ഈ വീഡിയോയിലൂടെ ശരിക്കും ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയണം എന്ന് വിചാരിച്ചത് ഇത് എല്ലാവരും കേൾക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിനൊപ്പം എന്റെ അച്ഛനും അമ്മയും എന്താണ് എനിക്ക് ഉണ്ടായ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും എല്ലാവരുടെ മുമ്പിൽ നാണം കിടത്തണമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പോയത്. ഇപ്പൊ കാലം മാറി, ഇപ്പൊ ഒരുപാട് കാലം മാറിയപ്പം ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്ന്. നമ്മളെ ഹാപ്പിയാണ്, അവരെ ഹാപ്പിയാണ്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് അവരുടെ ഇഷ്ടം കൂടത്തേ ഉള്ളൂ. നമ്മളിപ്പോ അവരെ അങ്ങനെ തന്നെ കാണത്തുള്ളൂ. നമ്മളിപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവര് ഹാപ്പിയാണ്, നമ്മള് ആ രീതിക്ക് തന്നെയാണ് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോടതി വിധി എന്നല്ല, ജഡ്ജി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ വന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ദിവസം അല്ലെന്ന് തോന്നുന്നു, ഒരു ദിവസം രണ്ടാം ദിവസം കല്യാണമാണ്. പെട്ടെന്നുണ്ടായിരുന്ന കല്യാണമാണ്, കൊറോണ ടൈമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം. അങ്ങനെ ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. അതിനും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും വിളിക്കാനൊന്നും പറ്റിയില്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാന്നുണ്ടായ കാര്യങ്ങളാണ്. അന്ന് ആ കോടതി മുറി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനമ്മേനെ അവസാനമായിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇതുവരെ ഞാൻ അവരെ വിളിക്കാൻ കുറെ ശ്രമിച്ചു. പക്ഷെ അവര് വന്നിട്ടില്ല. അവര് എന്റെ കല്യാണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിളിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാരണം എന്റെ അച്ഛനും അമ്മയുടെ സ്റ്റാറ്റസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അവരിപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്റെ ചേട്ടന് കല്യാണം കഴിഞ്ഞു. എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ, ഞങ്ങളിവിടെ ഹാപ്പിയാണ്. അപ്പം പലരും അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ കാണും. ഇത് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ടും എന്റെ ബന്ധുക്കളിലായാലും എന്റെ നാട്ടിലുള്ള ആൾക്കാരായാലും ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു. അല്ല, അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ചെല്ലും. അതൊക്കെ വെറും ഇപ്പോഴും ചെയ്യരുത്. കാരണം അത് ചെയ്യുമ്പോ അത് അവരിലും ബാധിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ അത് എന്നെ ബാധിക്കും. അതിപ്പോഴും കുറെ പേർക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പോഴത്തുള്ള കാലം എങ്ങനെയാണ് ആൾക്കാർ എന്നൊന്നും മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെയുള്ള കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞപ്പം അത് പോയിട്ട് അവരുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഏഷണി കയറ്റി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനൊന്നും അല്ല സംഭവം. എന്റെ അമ്മയും അച്ഛനും സന്തോഷമായിട്ടിരിക്കുന്നത് സന്തോഷമായിട്ട് തന്നെ ഇരുന്നോട്ടെ. കാരണം എന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ പറഞ്ഞു. ആ കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന കുട്ടി അവളെ കൂടെ തന്നെയാണ്. എന്നെ പോലെ എന്റെ അച്ഛനും അമ്മയും സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം കൊണ്ട് എന്റെ അച്ഛനും അമ്മയും എന്റെ കാര്യങ്ങള് മറക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യം. കാരണം ഞാൻ എന്തൊരു സങ്കടം അവരുടെ ഉള്ളിൽ ഉള്ളത് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ അച്ഛനും അമ്മയും ക്ഷമിക്കണം. നിങ്ങളെ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. കാരണം എനിക്കിപ്പോ എന്റെ അമ്മയുടെ മാത്രം ധനു മാത്രം ഇപ്പൊ എനിക്കുള്ളൂ. എന്റെ അച്ഛനും അമ്മയും എല്ലാം ഇപ്പൊ ധനുവാണ്. ചേട്ടനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചേട്ടനോട് എപ്പോഴും സംസാരിക്കാൻ പറ്റില്ല. വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചേട്ടൻ ത്രൂ ആണ് എന്റെ അമ്മയും അച്ഛനും എന്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. എന്റെ കസിൻസ് എല്ലാവരും വിളിക്കാറുണ്ട്, എല്ലാവരും സംസാരിക്കാറുണ്ട്. അപ്പോ ധനു, ഞാൻ എടുത്ത തീരുമാനം, ധനീഷ് എന്നൊരു വ്യക്തിയെ ഞാൻ സ്വീകരിച്ചത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണെന്ന് ഞാൻ ഈ നിമിഷം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്.
കാരണം ഞാൻ വിചാരിച്ചതിലും നല്ലൊരു ലൈഫാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പൊ 4ാമത്തെ വർഷം 3.5 വർഷമായി. 4ാമത്തെ വർഷം ആവാൻ പോകുന്നു. ഈ ഡിസംബർ ആകുമ്പോ 4 വർഷം ആവാൻ പോകുന്നു കല്യാണം. ഇതുവരെയും എന്റെ വീട്ടുകാര് ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. അവർക്ക് അറിയാം ഞങ്ങള് ഹാപ്പിയാണ് എന്നുള്ള കാര്യം. ഇപ്പൊ ഇതും കൂടെ ഒക്കെ കാണുവാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ അറിയാം ഞങ്ങൾ ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല. അപ്പൊ നിങ്ങളവിടെ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് തീർച്ചയായും ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഇനി ആ സർപ്രൈസ് റിവീൽ ചെയ്താലോ? ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഒരു പ്രോപ്പർട്ടി നാട്ടിലിപ്പോ മേടിച്ചു. ഞങ്ങള് വീഡിയോ എടുക്കാനായിട്ട് ഇത്ര ലാഗ് ആയതിന്റെ മെയിൻ കാര്യം അപ്പൊ അതിന് കുറച്ച് ഫണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് റേസ് ചെയ്യണമായിരുന്നു. അപ്പൊ ജോലി ബിസി അങ്ങനെ പ്രോപ്പർട്ടിയുടെ കാര്യമൊക്കെ ആയിട്ട് ടൈറ്റ് ആയിട്ട് നിന്ന സമയത്ത് വീഡിയോ എടുക്കാനായാലോ അതിനൊന്നുള്ളത് നമുക്കൊരു പറ്റില്ല. കാരണം പ്രോപ്പർട്ടിയിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ നോക്കി ഞങ്ങള്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പറ്റിയതായിട്ടുള്ള ഒരെണ്ണം സെറ്റായി. അപ്പം അത് മേടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിപ്പോ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അത് മേടിക്കണം എന്നുള്ള എൻ്റെ അച്ഛനും അമ്മയായാലും ഞാനങ്ങനെ ചെയ്യുന്ന അവരുടെ അഭിമാനം. എൻ്റെയും ഞാനും സംഗീതയും കൂടെ ചേർന്ന് അതിന് എഫേർട്ട് ഇട്ട് ഞങ്ങളതിന് ഞങ്ങൾക്കത് വേണമെന്നുള്ള ഉണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്തു. അത് മാത്രമല്ല അതെ ഏപ്രിൽ 10-ാം തീയതി രജിസ്ട്രേഷൻ ആയിരുന്നു. നന്നായി നടന്നു. ഇപ്പം അത് ഇവിടെ വന്നോണ്ടാണ് ഇവിടെ വരാം കാരണമായിട്ടുള്ള അച്ഛനും അമ്മയും സംഗീത ചേട്ടനും എല്ലാവർക്കും അത് അതെ അതെ എല്ലാവർക്കും ഉണ്ട്. നമ്മളാരെയും ഇതിനകത്ത് മാറ്റി വെക്കുന്നൊന്നുമില്ല. നമ്മള് ഒറ്റയ്ക്ക് നമ്മൾ നേടിയതൊന്നും നമ്മൾ പറയത്തില്ല. അവരെല്ലാം കാരണം കൊണ്ടാണ് ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നതിൽ സംഗീത അവിടെ വരാനുള്ള കാരണം എല്ലാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെല്ലാം ഹാപ്പിയാണ്. അപ്പൊ ഇതിനകത്ത് ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പൊ സോൾവ് ആയി. ഓൾമോസ്റ്റ് എല്ലാം സോൾവ് ആയി. ഇപ്പോഴും ചെറുതായിട്ട് മിണ്ടാത്തൊരു പ്രശ്നം, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പം നമ്മള് അടുത്തൊരു വീഡിയോ നമ്മളെന്തായാലും വീഡിയോ ചെയ്യാതിരിക്കത്തൊന്നുമില്ല. ഇത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്. ഇനി ഞങ്ങൾക്ക് അടുത്തൊരു നല്ലൊരു മൈൽ സ്റ്റോൺ എത്താറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കാനഡയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു മെയിൻ ഒരു സംഭവം അത് വരുന്നുണ്ട്. അത് അടുത്തതായിട്ട് വരുന്നുണ്ട്. അതെല്ലാം പറയാം. അതെല്ലാം ഇതിന്റെ തുടർച്ചയായിട്ട് വരും. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. ഇതൊരു സങ്കടമല്ല, ഇത് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യമാണ്. ഇത് പറയണം എന്ന് തോന്നി. കുറെ പേര് ഞങ്ങളുടെ പറഞ്ഞായിരുന്നു പറയണമെന്ന്. അപ്പം അവരെല്ലാം ഇത് കാണണം, ഹാപ്പി ആയിരിക്കണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്പൊ കാണാം. ബൈ ബൈ.